ഹലോ ഗൈസ്, വെൽക്കം ടു ഐഗോറ ക്രിയേഷൻ. നമുക്ക് ഈസി ആയിട്ടൊരു റിയലിസ്റ്റിക് ഐസ് വരച്ചാലോ? കാണാം അല്ലേ? സോ സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ ഞാനിവിടെ ഡ്രാഫ്റ്റ് ചെയ്യുക. ആദ്യം നമ്മുടെ കണ്ണിൻ്റെ പൊസിഷൻസും നോസിൻ്റെ പൊസിഷനും ഐബ്രോസ് എവിടെയാണെന്നൊക്കെ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സാധാ പെൻസിൽ കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണ് ഫസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലർ ഇമേജാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുക, അതിനകത്ത് ഒരു കുഞ്ഞ് റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. നമ്മളിപ്പോൾ നേർ നോക്കുന്നത് കൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൃഷ്ണമണി മിഡിലായിട്ടാണ് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ കണ്ണിന് രണ്ട് പോയിന്റിലോട്ടും നമുക്ക് ആ ഒരു കൃഷ്ണമണിയുടെ മേൽഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. സോ ആ രണ്ട് പോയിൻ്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒന്നും കൂടെ എല്ലാം ഒന്ന് നൈസായിട്ട് വരയ്ക്കാം. ഭയങ്കര ഷാർപ്പ് ചെയ്ത് വരയ്ക്കരുത്, ജസ്റ്റ് നമ്മൾ നൈസായിട്ട് വേണം അത് വരച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ആ ഐബ്രോയുടേതായാലും ഇപ്പം ആ ഒരു നെറ്റി വരുന്ന പൊസിഷനും നമ്മുടെ ഹെയർ എങ്ങനെ കിടക്കണം എന്നുള്ളതൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചാർക്കോളും അല്ലെങ്കിൽ നമുക്ക് ഡാർക്കറായിട്ടുള്ള പെൻസിൽ എടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡാർക്ക് പെൻസിലാണ് കേട്ടോ. അത് വെച്ച് നമ്മുടെ ആ നൈസായിട്ട് വരച്ച പോർഷൻസ് ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുകയാണ്. ഞാനിനി ചെയ്യുന്നത് നമുക്ക് കണ്ണിനകത്ത് തന്നെ ഷെയ്ഡ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് നമ്മൾ കണ്ണിനകത്ത് കൃഷ്ണമണി നന്നായിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ റിഫ്ലക്ഷൻ കാണുന്ന രീതിക്ക് വേണം കണ്ണ് വരയ്ക്കാൻ, എങ്കിൽ കൂടുതൽ നമുക്കതിലൊരു റിയലിറ്റി തോന്നുള്ളൂ. സോ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാർക്കോൾ പെൻസിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നടുക്ക് നമ്മുടെ കണ്ണിൻ്റെ മിഡിലായിട്ട് ഒരു കുഞ്ഞു ഡോട്ട് വരയ്ക്കാം. നമ്മുടെ പ്യൂപ്പിൾ അതെപ്പോഴും ഡൈലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് വരച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കൃഷ്ണമണിക്കകത്ത് നമുക്ക് ലൈൻസായിട്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്ത് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ണിനകത്ത് കൂടുതലും നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു റിഫ്ലക്ഷൻസ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ് സ്പേസ് ആയിട്ട് തന്നെ ഇടുന്നതാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്ട്രാ നമുക്കിപ്പം കൂടുതൽ യൂസ് ചെയ്യുന്ന എറേസേഴ്സ് ഉണ്ട്, അതൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഹൈലൈറ്റായി തന്നെ നിൽക്കും. ഇതിന് ശേഷം ഒരു വീഡിയോ മിസ്സിങ് ആയിട്ടുണ്ട് കേട്ടോ. സോ അതിന് പകരം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചാർക്കോളാണ് ആ കാണുന്നത്. നമുക്കത് വെച്ച് നമ്മൾ നേരത്തെ വരച്ച ആ ഐറിസും ആ കണ്ണിനകത്തുള്ള കൃഷ്ണമണി ആ ചുറ്റും നമുക്കൊന്ന് ഡാർക്കർ ഷെയ്ഡിലോട്ടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടൂൾ കൊണ്ടോ നമുക്കതൊന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കണ്ണിൻ്റെ മേൽഭാഗം കുറച്ചൊന്ന് ഡാർക്ക് ചെയ്ത് വെക്കുക. താഴത്തെ ഭാഗം നമ്മളങ്ങനെ ഡാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ കണ്ണിനെ നോക്കിയാൽ മതി, അപ്പോൾ തന്നെ നമുക്കൊരു ഇമേജ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കയ്യിലാവാതിരിക്കുക കേട്ടോ. കാരണം ഇത് കൂടുതലും വിഷമാണ്. സോ കുഞ്ഞു കുട്ടികളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു ടവൽ അല്ലെങ്കിൽ നമ്മളൊരു വാഷിംഗ് ഏരിയ അടുത്ത് തന്നെ വേണം. നമ്മൾ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് കൈ കഴുകിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡിങ് ടൂൾസ് ആണെങ്കിലും നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. എനിക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം. ആൻഡ് നമ്മൾ കണ്ണിൻ്റെ മേൽഭാഗം എപ്പോഴും ഷെയ്ഡ് ചെയ്യുക, താഴെ ഷെയ്ഡ് ചെയ്യാതിരിക്കുക. എന്നിട്ട് നമ്മൾ ആ കണ്ണിൻ്റെ ഒരു ലെയർ മാത്രം ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിരിക്കുന്ന ആ ഒരു കുഞ്ഞ് കറുത്ത പീസാണ് നമ്മുടെ ചാർക്കോൾ. ഞാനൊരു കുഞ്ഞ് ഷേപ്പിന് എടുത്ത് വെച്ചതാണ്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺപോളയും ആ ഒരു പുരുകം സ്റ്റാർട്ട് ചെയ്യുന്നതും ആ മൂക്കിൻ്റെ സൈഡായിട്ടുള്ള പോർഷനൊക്കെ നമ്മൾ ഡാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് കൈ വെച്ചിട്ടാണ്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ ടൂൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ടൂൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കുറവാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ കൈവച്ച് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കൈവച്ച് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇതിൽ കിട്ടാറില്ല. നമ്മൾ വരയ്ക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റിനുമുള്ള ലൈറ്റ്സ് നമ്മുടെ ഫേസിനെ ഒത്തിരി ബാധിക്കും. സോ ലൈറ്റ് അടിക്കുന്ന പോർഷൻ എപ്പോഴും ഒരു വൈറ്റ് കളർ ഷെയ്ഡിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും.
ഉദാഹരണം നമുക്ക് ആ കണ്ണിൻ്റെ തന്നെ താഴ്ഭാഗം, കണ്ണിൻ്റെ ചെറിയ സൈഡ് ഉണ്ടല്ലോ, ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെയൊക്കെ കുറച്ച് വൈറ്റ് ഷെയ്ഡാക്കിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ മൂക്കിൻ്റെ നടുക്കായിട്ടും ഒക്കെ നമുക്കൊരു വൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരാം. അതുപോലെ ബാക്കി പോർഷൻസൊക്കെ നമ്മളൊരു ഗ്രേ ടോണിൽ തന്നെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും ആ ഒരു പെർഫെക്ഷൻ കിട്ടാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാനിവിടെ ചാർക്കോൾ വെച്ചിട്ട് തന്നെ ഇനി മൂക്കിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു ഓപ്പണിംഗ് പാർട്ട് നമ്മൾ ഡാർക്കറായിട്ടാണ് ഇരിക്കുക. സോ അവിടെ ഒന്ന് ഡാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്യാം. നമുക്ക് ഈ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ നോക്കുന്നത് എന്താ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലിരിക്കുന്ന ഒരു പെയിൻറ്റിങ് ആയിരിക്കും അല്ലേ. ഒരു ഗ്രേ ടോണും അതിലുണ്ട്. സോ ആ 3 കളറുമാണ് നമുക്ക് ഒരു പെയിൻറ്റിങ്ങിന് കൂടുതൽ പെർഫെക്ഷൻ തരാം. ഏറ്റവും കൂടുതൽ ഡാർക്ക് ആവുക, ലൈറ്റ് ആവേണ്ട അടുത്ത് നമ്മൾ നല്ല ലൈറ്റായിട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലെൻഡിങ് ചെയ്യുന്നതിലിരിക്കും നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫുൾ പെർഫെക്ഷനും. ഇനി നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ആ രോമങ്ങളുള്ള ഭാഗത്ത്, അത് കൺപീലിയുള്ള ഭാഗത്ത് ഞാനൊന്ന് ചെറുതായിട്ട് ലൈറ്റാക്കി ഷെയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ആ കവിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലൊക്കെ ലൈറ്റ് ഷെയ്ഡ് വേണം കൊടുക്കാനായിട്ട്. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മിസ്റ്റേക്സ് വരും. നമ്മൾ ആദ്യം പഠിച്ച് തുടങ്ങുന്ന ടൈമിൽ ഒരുപാട് മിസ്റ്റേക്സ് വരും. അതൊന്നും സാരമില്ല. ഓരോ മിസ്റ്റേക്സും നമുക്കതിൽ പെർഫെക്ഷൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. സോ തെറ്റിപ്പോയാലും സാരമില്ല, വരയ്ക്കുക. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ അവിടെ ഞാൻ കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നില്ല. അതിന് വേറൊരു കാരണമുണ്ട്. ഞാനിപ്പം ഹെയർ വരയ്ക്കുന്ന ടൈമിൽ ഫുൾ മെസ്സി ഹെയറാണ് വരയ്ക്കുന്നത്. ഫുൾ അലങ്കോലമായിട്ട് ഫേസിലൊക്കെ ഇട്ടേക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഹെയറാണ് വരയ്ക്കുന്നത്. സോ നമുക്ക് നോസ് അധികം ഹൈലൈറ്റ് ചെയ്യേണ്ടി വരില്ല. ആ ഫേസിൽ ഫുള്ള് നമുക്ക് ആ ഒരു ഹെയർ വന്ന് കിടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടിയാൽ മാത്രം മതി. സോ ആ നോസിൻ്റെ സൈഡ് ഫുൾ ഞാൻ ചെറിയ രീതിക്ക് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണിൻ്റെ സൈഡിലായിട്ട് അതായത് നമ്മൾ എപ്പോഴും വാലിട്ട് കണ്ണെഴുതുന്നവരാണല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ എപ്പോഴും ഒരു ഡാർക്കർ ഷെയ്ഡ് വരുമ്പോൾ നമുക്കൊരു സർക്കുലർ പോലെ തോന്നിക്കും, ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് തോന്നിക്കും. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കണ്ണെപ്പോഴും ഒരു കുഴിഞ്ഞ ഭാഗത്താണുള്ളത്. സോ ആ ഒരു ഇമേജ് എപ്പോഴും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് കൊണ്ടുവന്നാൽ കുറച്ച് ഭംഗി കൂടുതൽ കിട്ടും. സോ ഞാനിപ്പം കണ്ണിൻ്റെ മേൽഭാഗത്തും ഒക്കെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കയ്യിലൊക്കെ ഫുൾ അഴുക്കാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പോഞ്ച് ക്ലോത്ത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ ടൈമിൽ. ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കൈ വെച്ച് ചെയ്യുന്ന ടൈമിൽ എനിക്ക് പെർഫെക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ആ ഒരു കരിയിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്മൂത്തായിട്ട് തന്നെ നമുക്കത് നല്ല ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഭയങ്കര ലൈറ്റ് ആവേണ്ട പൊസിഷനിൽ നമുക്ക് എറേസർ യൂസ് ചെയ്ത് അത് റബ്ബ് ചെയ്ത് കളയാമെന്നുള്ളതാണ്. ഞാനിവിടെ അത് യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു ക്ലിപ്പിംഗ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യേണ്ട വീഡിയോ വിട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കൺപീലി വരയ്ക്കേണ്ട കുറച്ച് വീഡിയോസ് ആയിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നമ്മൾ നൈസായിട്ട് തന്നെ നമ്മളൊരു സെമി സർക്കിളുമല്ല, ജസ്റ്റ് ഒന്ന് കർവായിട്ടുള്ള ലൈൻസ് വേണം എപ്പോഴും നമ്മൾ കൺപീലി ആയിട്ട് വരയ്ക്കേണ്ടത്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറെ വീഡിയോ ഇട്ടേക്കാം. സോ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി ഹെയറിൻ്റെ പോർഷൻസ് നമുക്ക് ചാർക്കോൾ കൊണ്ട് നന്നായിട്ട് ഡാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. കണ്ടാൽ കുറച്ച് മൊണാലിസ ലുക്കൊക്കെ തോന്നുമെങ്കിലും ട്രസ്റ്റ് ദ പ്രോസസ്സ്. സോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഹെയർ സ്റ്റാൻഡ്സ് ആയിട്ട് നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഹെയർ വരയ്ക്കാം എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ഹെയറിനെക്കാട്ടി കുറച്ചുകൂടെ വേവി ഹെയർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേവി ആയിട്ട് കുറച്ച് കേളായിട്ട് നമുക്ക് അതൊന്ന് വരച്ചെടുക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടതും എല്ലാം ആയി കഴിഞ്ഞു. നമ്മുടെ ഒരു പടം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുഞ്ഞു ടിപ്പ് കൂടെ ഉണ്ട്. നമ്മുടെ കയ്യിലൊരു വൈറ്റ് ചോക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ വൈറ്റ് സ്പേസ് ഇട്ടിരുന്നിടത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ റിയാലിറ്റി ആയിട്ട് നമുക്ക് തോന്നുകയാണ്, റിയൽ ഇമേജ് പോലെ തോന്നുകയാണ്. സോ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞ് ചോക്ക് പീസ് എടുത്തിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും, ബാക്കിയുള്ളവർക്ക് അല്ലാതെ വാങ്ങിക്കാനും കിട്ടും. സോ ഈസി ആയിട്ടുള്ളൊരു കുഞ്ഞ് ടിപ്പാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.